ഇന്ത്യയിൽ ഭരണ അട്ടിമറി നടത്താൻ ചൈനീസ് നീക്കം. മുന്നറിയിപ്പുമായി ടിബറ്റൻ മുൻ പ്രസിഡന്റ് ഡോക്ടർ ലോബ്സാങ് സംഖ്യയും രംഗത്തെത്തിയിരിക്കുകയാണ്. മറ്റൊരു സർക്കാരിനെ കൊണ്ടുവരാനോ സായുധ വിഭാഗത്തെ കൊണ്ടുവരാനോ ആണ് നീക്കം. ചൈന, ഇന്ത്യൻ നേതാക്കൾ, ബുദ്ധിജീവികൾ, ബിസിനസ്സുകാർ, പത്രപ്രവർത്തകർ, ഇന്നത്തെ യൂട്യൂബർമാരെ പോലും വിലയ്ക്ക് വാങ്ങുന്നു എന്നും വിവരമുണ്ട്. ബീജിംഗിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ നിന്ന് ഇന്ത്യയും മുക്തമല്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ദില്ലിയിൽ നടക്കുന്ന ചൈനീസ് എംബസിയുടെ ദേശീയ ദിനാഘോഷങ്ങൾ നോക്കൂ. ആരൊക്കെ പങ്കെടുക്കുന്നുവെന്ന് പരിശോധിക്കുക. രാഷ്ട്രീയക്കാരുടെയും ബിസിനസ് നേതാക്കളുടെയും മറ്റുള്ളവരുടെയും ഫോട്ടോകൾ നിങ്ങൾക്ക് കാണാം. അവയെല്ലാം വിലയ്ക്ക് വാങ്ങുന്നവയല്ല, പക്ഷെ ചൈനക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയുടെ അയൽപ്പക്കത്തു നിന്നുള്ള അസ്വസ്ഥാജനകമായ സമാനതകൾ അദ്ദേഹം ഉദ്ധരിച്ചു. അവിടെ ബീജിംഗ് വഴങ്ങുന്ന ഭരണകൂടങ്ങളെ പിന്തുണച്ചിരുന്നുവെന്ന് ആരോപിക്കപ്പെടുന്നു. നേപ്പാളിൽ ഒരു പാർട്ടി പരസ്യമായി ചൈനയെ അനുകൂലിക്കുന്നു, മറ്റൊരു പാർട്ടി ഇന്ത്യയെ അനുകൂലിക്കുന്നു. ശ്രീലങ്ക, ബംഗ്ലാദേശ്, മാലിദ്വീപ് എന്നിവിടങ്ങളിൽ ചൈന ഭരണവർഗത്തെ വളർത്തിയെടുത്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും ചൈനയെ പിന്തുണയ്ക്കുന്നു. ഇത് വരേണ്യവർഗത്തെ പിടിച്ചുലയ്ക്കുകയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഡോക്ടർ സാങ്ഖ്യയുടെ അഭിപ്രായത്തിൽ ഈ തന്ത്രം ദക്ഷിണേന്ത്യക്ക് പുറത്തേക്ക് വ്യാപിച്ചിരിക്കുന്നു. ചൈനയെ പ്രശംസിച്ച യൂറോപ്പിലെ മന്ത്രിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് $1,00,000 അതിൽ കൂടുതലോ ശമ്പളമുള്ള ചൈനീസ് കമ്പനികളിൽ ഡയറക്ടർമാരായി ജോലിയിൽ പ്രവേശിച്ചു. ചില സന്ദർഭങ്ങളിൽ പ്രതിവർഷം $8,88,000 പോലും. അങ്ങനെയാണ് ചൈന സ്വാധീനം വാങ്ങുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി ഭേദമില്ലാതെ ഇന്ത്യൻ നേതാക്കൾ ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഭരണകക്ഷി, പ്രതിപക്ഷം, ബിസിനസ് നേതാക്കൾ, പത്രപ്രവർത്തകർ എല്ലാവരും ജാഗ്രത പാലിക്കണം. ചൈന അവരുടെ അജണ്ടയെ സഹായിക്കുന്നിടത്തോളം കാലം അവർ ആരെയാണ് വാങ്ങുന്നതെന്ന് അവർക്ക് പ്രശ്നമല്ല. ഇന്ത്യയെ നിയന്ത്രിക്കുക എന്ന വിശാലമായ ഭൗമരാഷ്ട്രീയ ലക്ഷ്യവുമായി ബീജിംഗിന്റെ സ്വാധീന പ്രവർത്തനങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ചൈന എന്തിനാണ് മാലിദ്വീപ്, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ എന്നിവയെ പിന്തുണയ്ക്കുന്നത്? ഇന്ത്യയെ ആക്രമിക്കുന്ന ഭീകരർക്കെതിരെ UN പ്രമേയങ്ങളെ അവർ എന്തിനാണ് തടയുന്നത്? കാരണം അവർ ഇന്ത്യയെ ഒതുക്കി ദക്ഷിണേന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ചൈനയുടെ സാമ്പത്തിക സ്വാധീനത്തെയും കൃത്രിമത്വത്തെയും താരതമ്യം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ വ്യാപാര കമ്മി അദ്ദേഹം എടുത്തുകാട്ടി. ഇന്ത്യ ചൈനയിൽ നിന്ന് $113 ബില്യൺ സാധനങ്ങൾ വാങ്ങുന്നു, പക്ഷെ $14 ബില്യൺ മാത്രമേ വിൽക്കുന്നുള്ളൂ. ഇത് $99 ബില്യൺ കമ്മിയാണ്. അതായത് ഇന്ത്യയിൽ ഫാക്ടറികൾ കുറയുന്നു, ഉൽപാദനം കുറയുന്നു, തൊഴിലവസരങ്ങൾ കുറയുന്നു. ചൈനയുമായുള്ള ഇടപെടൽ ഒരു വശത്തേക്ക് ഒതുങ്ങുക മാത്രമല്ല, അപകടകരമായാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ചൈനയുമായുള്ള വ്യാപാരം അതിന്റെ ആധിപത്യത്തിൽ വൽക്കരണത്തിലേക്ക് നയിക്കുമെന്ന ഹെൻറി കിസിംഗറിന്റെ ഒരു കാലത്തെ പ്രചരണത്തിലുണ്ടായിരുന്ന സിദ്ധാന്തത്തെയും ഡോക്ടർ സാങ്ഖ്യ ലക്ഷ്യം വെച്ചു. പാശ്ചാത്യർ 30 വർഷമായി ഈ മിഥ്യാധാരണയിൽ നിക്ഷേപിച്ചു. ജനാധിപത്യമാകുന്നതിന് പകരം ചൈന കൂടുതൽ ശത്രുത പുലർത്തുന്നു. ഇന്ത്യ ആ തെറ്റ് ആവർത്തിക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതിർത്തിയിൽ സംഘർഷം ഇതിനകം തന്നെ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ചൈന ഇന്ത്യയോടുള്ള വെല്ലുവിളി സൈനികമായി മാത്രമല്ല, രാഷ്ട്രീയമായും സാമ്പത്തികമായും കൂടിയാണെന്നും ഡോക്ടർ സംഖ്യയുടെ വാക്കുകൾ ഭയാനകമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്. അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് വളരെ വ്യക്തമാക്കിയിരിക്കുന്നു. ചൈനയുമായി ഇടപഴകാനും അതിൽ നിന്ന് ലാഭം നേടാനും കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. ബീജിംഗിന്റെ തന്ത്രം എലൈറ്റ് പിടിച്ചെടുക്കലാണ്. വളരെ വൈകുന്നതിന് മുമ്പ് ഇന്ത്യ അതിൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.